ഹായ് ഗായ്സ്, ഇന്ന് ഭയങ്കര ബോറടിയുള്ളൊരു ദിവസമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ കരുതി ബോറടി മാറ്റാൻ വേണ്ടി വീഡിയോ എടുക്കാന്ന്. പക്ഷെ വീഡിയോ എടുത്താൽ വീഡിയോയിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആയിട്ടൊന്നും എൻ്റെ ഇല്ല. നിങ്ങൾക്കും കൂടെ ബോറടിക്കത്തേ ഉള്ളൂ. അപ്പൊ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് TV കാണുകയാണ്. TV കണ്ടാലെങ്കിലും ബോറടി മാറും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നോ രക്ഷ. ഇഷ്ടമുള്ള ഫിലിമാണെങ്കിൽ പോലും ഇങ്ങനെ സ്കിപ്പ് അടിച്ച് മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ചാനല്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആയതുകൊണ്ട് രാവിലെ ഇങ്ങനെ കിടന്നുറങ്ങാൻ ഭയങ്കര സുഖമാണ്. നല്ല തണുപ്പത്ത് ഇങ്ങനെ മൂടിപ്പോതച്ചിറങ്ങി. ഫാമിലി സെറ്റപ്പ് ഒന്നും മൊത്തത്തിൽ ശരിയല്ല. അച്ഛൻ വല്ല കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഗോൾഡോ റബ്ബറോ ഉള്ളിയെങ്കിലും. വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, എനിക്ക് ഭയങ്കരമായിട്ട് ബ്ലാക്ക് ഹെഡ്സ് കൂടിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്, പക്ഷെ എപ്പോഴും ഒന്നും ചെയ്യാൻ വയ്യ. അപ്പൊ ഞാൻ കരുതി എൻ്റെ കയ്യില് ജോവീസിന്റെ ഒരു ആക്ടിവേറ്റഡ് ചാർക്കോൾ ഡീടോക്സിഫൈങ് പീൽ ഓഫ് മാസ്ക് തേച്ച് നോക്കാം. സമയമുണ്ടെങ്കിൽ ഇതൊക്കെ തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കരടിക്കുട്ടിയെ പോലെ. ബോറടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം, എനിക്ക് സജസ്റ്റ് ചെയ്ത് തരണം. പിന്നെ വല്ല പണിക്കുമ്പോ എന്നുള്ളതാണെങ്കിൽ വേണ്ട. ഈ ഒരു സൈഡ് ഏറെക്കുറെ വാങ്ങിയിട്ടുണ്ട്. ഇത് കുറെ നേരം വെച്ചിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് കുറച്ചായിട്ട് നമുക്ക് ഇളക്കാം. എല്ലാരും പറഞ്ഞെന്ന് വെച്ചാൽ ഈ സാധനം ഇളക്കുമ്പോൾ ഭയങ്കര വേദനയാണ്, ഒരുപാട് ലെയറൊന്നും മാറി ഇടരുത്. എനിക്ക് വലിയ വേദന ഒന്നും തോന്നിയിട്ടില്ല, എന്താന്നറിയില്ല. എന്തൊക്കെയൊക്കെയോ വരുന്നുണ്ട്. വളവളാന്നായി, ഭൂപടം പോലെ ഉണ്ട്. അപ്പൊ ഗയ്സ്, നമ്മുടെ ബാക്കി സംഭവം ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം പോയിട്ടുണ്ട്. ഭയങ്കരമായി ഡീപ്പായിട്ട് അങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് കളയുന്നൊന്നും ഇല്ല. പിന്നെ ജസ്റ്റ് എവിടെങ്കിലൊക്കെ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് അത്രയും ചെയ്യാന്നേ ഉള്ളൂ. ഇനി കുറച്ചു നേരം നമുക്ക് സ്നാപ്പി കളിക്കാം. ഈ സാധനമാണ് എന്റെ ഫേവറേറ്റ് ഫീച്ചർ. എന്താന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ആ ഒറിജിനൽ സൗണ്ടും മുഖമൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതുവരെ ഇങ്ങനെ കരകരാന്ന് പറയുമ്പം നല്ല ഭംഗിയല്ലേ കേട്ടോണ്ടിരിക്കാനായിട്ട്. ഞാൻ ഇതിട്ടിട്ട് എല്ലാവർക്കും ഇതിട്ട് വെറുപ്പിക്കും. എല്ലാരും ഇങ്ങനെ പറയും, എന്റെ പൊന്നു കുഞ്ഞു നീ ഈ സാധനം ഒന്ന് നിർത്തുന്നത്, എനിക്ക് വേറൊരു ഫിൽറ്ററും ഇല്ല. എനിക്കാണെങ്കിൽ തേങ്ങ അരച്ച മീൻകറി ഇഷ്ടമല്ല. അപ്പൊ ഞാൻ കരുതി കുറച്ച് ചിക്കൻ എടുപ്പുണ്ടായിരുന്നു, അതെടുത്ത് ഫ്രൈ ചെയ്തു. ഞാൻ ആ മീൻകറി ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് മറ്റേ മുളകരച്ച മീൻകറിയുടെ അത്രയും ഇതിഷ്ടമല്ല. പക്ഷെ അമ്മ ഇത് കേട്ട് കഴിഞ്ഞാൽ വന്നിട്ട് എന്നെ ഇടിക്കും. നിനക്ക് വേണമെന്നെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള കറി രാവിലെ എനിക്ക് ഉണ്ടാക്കി കഴിക്കണമായിരുന്നു, അല്ലാതെ എൻ്റെ അടുത്ത് ഓർഡർ ഇടല്ല. വേറെ ചിക്കനൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനത് കഴിച്ചേനെ. പക്ഷെ ഇപ്പൊ ചിക്കൻ ഇരിക്കുന്ന കണ്ണുകൊണ്ട് ഞാൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്തേ ഉള്ളൂ. ചോറുണ്ട്, തേങ്ങാത്ത സംഭവമുണ്ട്, പിന്നെ തോരനുണ്ട്, പിന്നെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ കുറച്ച് മാങ്ങാച്ചാറുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. കുഴക്കാം, കുഴച്ച് അടിപൊളി ടേസ്റ്റ്. ഗൈസ്, എന്റെ ബോറടിക്ക് ചെറിയൊരു രീതിയിൽ ശമനം വന്നിട്ടുണ്ട്. കാരണം ഞാനിപ്പോ ഒന്ന് പുറത്തു പോവാണ്. ഫ്രണ്ട് വിളിച്ചു, അവക്കിങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോണെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ബോറടിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, എന്നാ പിന്നെ നീ വാ നമുക്ക് പോകാന്നൊക്കെ പറഞ്ഞു. 5 മിനിറ്റിൽ ഇറങ്ങണം എന്നാണ് അവള് പറഞ്ഞത്. പക്ഷെ അവള് ഇറങ്ങുമ്പോഴേക്കും 1/2 മണിക്കൂർ എടുക്കും. അപ്പം റെഡിയായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 5 മിനിറ്റ് റെഡിയാവും. അവൾ ഇത്ര നേരിട്ട് വന്നിട്ടില്ല. കണ്ണ് കാണാത്ത സെൻസി ലുസി എബ്രഹാമിന് നമ്മൾ കണ്ണാടി മേടിക്കാൻ വന്നതാണ്. ഒരു കണ്ണാടി എനിക്ക് ട്രൈ ചെയ്യാൻ തരുമോ? വലിയ രീതിക്ക് അന്തയല്ല, കുറച്ച് അന്തയാകും. ഐസ്ക്രീം വേണോ? എന്റെ ബോറടി മാറ്റാണെങ്കിൽ സാധനം മേടിക്കാൻ കൊണ്ടുപോകും. ബൈ സിൻസി, താങ്ക്സ് ഫോർ ദി ആൻഡ് പ്രിവെന്റിംഗ് മൈ ബോറടി. ബോഡി അല്ലടി, ബോറടി.
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഗൈസ്. അപ്പം ഞാനൊരു കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സാധനം സ്വിസ് റോൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. 10 രൂപയ്ക്ക് വലുത്താണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇതിപ്പം എൻ്റെ വ്ളോഗിൽ ഫുൾ തിന്നുന്ന തീറ്റി വ്ളോഗായി മാറും. മിക്കവാറും ഞാൻ ASMR നടക്കേണ്ടി വരും. അപ്പം എൻ്റെ ഒരു ബോറടിച്ച ദിവസം ആദ്യം ഒരു ഉച്ച വരെയൊക്കെ ബോറടിച്ചിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട് ഇവിടെ അടുത്തുള്ളത് കൊണ്ട് അവളെ വീഡിയോയിലൊക്കെ പോകുമ്പോൾ എന്നെ ഇങ്ങനെ വിളിക്കും. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ഷെയറും എല്ലാം ഇതിൻ്റെ കൂടുതലുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഞാനിത് കഴിച്ചു തീർക്കട്ടെ. ടാറ്റാ.